മടയിൽ കുറേ പൊടിക്കൈകളുണ്ട്. പല പൊടിക്കൈകളും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നാളെയാണ് മദേഴ്സ് ഡേ. അപ്പോൾ മദേഴ്സ് ഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉമ്മയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. സോ അതുകൊണ്ട് ഞാനൊന്ന് വിചാരിക്കുന്നത് എൻ്റെ ഉമ്മയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഉമ്മാക്കെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. എല്ലാ അമ്മമാർക്കും ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ടാവും. സോ എൻ്റെ ഉമ്മാക്കും ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ സൂപ്പർ പവേഴ്സിനെ പറഞ്ഞുകൊണ്ടാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യത്തെ സൂപ്പർ പവർ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ ഒരു മൾട്ടി ടാസ്കറാണ്. മൾട്ടി ടാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ യൂസ് ടു കുക്ക്, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യും, പിന്നെ വർക്ക് ഉണ്ട് അപ്പോൾ വർക്കിന് പോവും. പിന്നെ അതല്ലാതെ തന്നെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു തരും, അടൻ ചെയ്യും, വാഷ് ചെയ്യും, അങ്ങനെ പല ടാസ്കുകൾ ചെയ്യും. ഇതേ കാര്യം എൻ്റെ അടുത്തൊരു 2 കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല, അതൊരു ടാലൻറ്റ് തന്നെയാണ്. സോ അങ്ങനെ ഒരു സൂപ്പർ പവർ എൻ്റെ ഉമ്മാക്കുണ്ട്. പിന്നെ അടുത്തുമ്മയുടെ ഒരു സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഒരു അപാര ലൈ ഡിറ്റക്ടറാണ്. ഞാനിപ്പോൾ എന്ത് കള്ളം പറഞ്ഞാലും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എങ്ങനെയും ഉമ്മ അത് പൊക്കലുണ്ട്. കുട്ടികളയക്കുമ്പോഴൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ കള്ളമൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരുമല്ലോ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉമ്മ ഉടനെ തന്നെ അത് പൊക്കും, എങ്ങനെയെങ്കിലും അത് പൊക്കും. അതെന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സൂപ്പർ പവർ തന്നെയാണ്. പിന്നെ വേറൊരു പവർ എന്ന് പറയുന്നത് ഉമ്മ സാഹചര്യങ്ങളിൽ ഉമ്മ ഒരു ഡോക്ടറായിട്ട് മാറലുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വയ്യായിക വന്നാലോ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ഇറ്റ്സ് ലൈക്ക് ദറ്റ്. കാരണം അങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഒരു വയ്യാതെ വന്നു കഴിഞ്ഞാൽ പനിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടി എന്തെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാലോ, ചിലപ്പോൾ എവിടെയെങ്കിലും കൈ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാലോ ആദ്യം നമ്മൾ പോകാമെന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയുടെ അടുത്തായിരിക്കില്ലേ. ഞാൻ ഒബ്വിയസ്ലി പോകുന്നത് എൻ്റെ ഉമ്മയുടെ അടുത്താണ്. സോ അങ്ങനെ പോകുമ്പോഴത്തേക്കും അതിന് ഉമ്മയുടെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷനും ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി ഉമ്മയുടെ കയ്യിൽ കുറേ പൊടിക്കൈകളുണ്ട്. പല പൊടിക്കൈകളും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഹാബിറ്റിൽ ഇപ്പോഴായാലും കൂടി എന്തെങ്കിലും സൊല്യൂഷന് വേണ്ടിയിട്ട് നേരെ ചെന്ന് പോലും എൻ്റെ ഉമ്മയുടെ അടുത്ത് തന്നെയാണ് ചിലപ്പോൾ. പിന്നെ വേറൊരു സൂപ്പർ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒരു ഇമോഷൻ ഡീകോഡറാണ്. നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും വിഷമം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കും. ഇല്ല പറയണ്ട, വെറുതെ എന്തിനാണ് പറയുന്നത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരുന്നാലും കൂടി ഉമ്മ അത് സ്പ്ലിറ്റ് സെക്കൻഡിൽ ഡിറ്റക്റ്റ് ചെയ്യും. അതായത് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക നേരത്തെ കരഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ആരും അത് കണ്ടുപിടിക്കത്തില്ല. പക്ഷെ ഉമ്മയുടെ മുന്നിൽ പോയിരിക്കും ഉമ്മ ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കും. എന്നിട്ട് ഉമ്മ ചോദിക്കുകയും ചെയ്യും എന്ത് പറ്റി എന്ന കാര്യം ഉമ്മ ചോദിക്കുകയും ചെയ്യും. സോ ഉമ്മ ഒരു ഇമോഷൻ ഡീകോഡറാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉമ്മക്കൊരു അപാര കഴിവുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും, നോക്കുമ്പോൾ കാണത്തില്ല. അപ്പോഴത്തേക്കും ഞാൻ പോയി എന്താ പറയുക അവിടെ റൂമൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ട് നോക്കിയാലും എനിക്കത് കിട്ടില്ല. നേരെ പോയി ഉമ്മയുടെ അടുത്ത് ഞാൻ പറയും ഉമ്മ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വിഷമം പറയുമ്പോഴത്തേക്കും ഉമ്മ വന്ന് നോക്കും. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, എന്ത് മാജിക്കാണെന്നൊന്നും അറിയില്ല, ഉമ്മക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ലുണ്ട്. അത് ഉമ്മയുടെ ഒരു സൂപ്പർ പവർ തന്നെയാണ്. പിന്നെ ഉമ്മ ഒരു കാൽക്കുലേറ്ററാണ്. ഇപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും, ഇപ്പോൾ 2 കാര്യങ്ങൾ ആഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറയുമല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ മൈൻഡിൽ ആദ്യം ആഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന് ആൻസർ കൃത്യമായിട്ട് കിട്ടില്ല. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലെടുത്ത് കാൽക്കുലേറ്റർ എടുക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉമ്മ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. സോ ഉമ്മ ഒരു നല്ല കാൽക്കുലേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നതായാലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്യുന്നതായാലും അത്യാവശ്യം ഭയങ്കര സ്പീഡിലാണ് ചെയ്യുക. ഇപ്പോൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്സിൽ ക്ലീൻ ചെയ്യും. കുക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഉമ്മ കിച്ചണിൽ പോകുന്ന പോലെ കാണും, ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡിയാവും. പക്ഷേ ഇതേ തന്നെ എനിക്കങ്ങനെ കുക്ക് ചെയ്ത് ശീലമില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഞാനങ്ങനെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ എനിക്ക് മണിക്കൂറുകൾ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് മേ ബി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, ബട്ട് അതൊരു സൂപ്പർ പവർ തന്നെയാണ്. വീട്ടിൽ ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്കും സ്നാക്സും ഒന്നും കാണത്തില്ല. അപ്പം നല്ല വിശന്നിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ എവിടെ നിന്നാണെന്നറിയില്ല എന്തെങ്കിലും സെറ്റാക്കിയിട്ട് വരും. സോ അത് ഉമ്മയുടെ ഒരു സൂപ്പർ പവറാണ്. പിന്നെ ഉമ്മയുടെ മെമ്മറി. ഇപ്പം എനിക്ക് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉമ്മക്ക് എല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഉമ്മ പറയും നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പറയും. സോ അതും ഉമ്മയുടെ ഒരു സൂപ്പർ പവറാണ്. പിന്നെ അതുപോലെ ഫോട്ടോ കളക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇനി നാളിലേ തൊട്ടിട്ടുള്ള എല്ലാ ഫോട്ടോസും ഉമ്മ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പല ഫോട്ടോസും എന്താ പറയുക എനിക്കക്കാര്യത്തിൽ കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ സേവ് ചെയ്തിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അക്കാര്യത്തിൽ ഞാൻ ഉമ്മയുടെ അടുത്ത് എത്ര താങ്ക് ചെയ്താലും മതിയാവില്ല. ബിക്കോസ് എൻ്റെ കയ്യിൽ അത്രയും കളക്ഷൻ ഓഫ് ഫോട്ടോസ് ഉണ്ട്. അതിന് ഡെഫിനറ്റ്ലി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഉമ്മ തന്നെയാണ്. ബിക്കോസ് അത്രയ്ക്ക് ഉമ്മ അത് കളക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ആ മെമ്മറി ഉള്ളത്. ശരിക്കും ആ ഫോട്ടോസ് നോക്കുമ്പോൾ ഓരോ ഫോട്ടോസും എന്താ പറയുക അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതിന്ന് എനിക്കുള്ളത് ഉമ്മ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഷീസ് മൈ റിമോട്ട് ഫൈൻഡർ.
നമ്മളിപ്പോൾ എന്താ പറയുക TV കണ്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ പലപ്പോഴും എന്താ പറയുക റിമോട്ട് കളഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താ നമുക്ക് റിമോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉമ്മയെ വിളിക്കും. ഉമ്മ വന്നിട്ട് പിന്നെ ഉമ്മ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് റിമോട്ട് കിട്ടും. ആദ്യമൊക്കെ അത് TV റിമോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാനിൻ്റെ AC-യുടെ ഒക്കെ റിമോട്ട് മിസ്സായി പോയാലും ഉറപ്പായിട്ട് ഞാൻ ഉമ്മയെ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. ഉമ്മ വന്നു കഴിഞ്ഞാൽ ഉമ്മക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ്. ബിക്കോസ് എന്താ പറയുക, ഉമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിധം എന്ന് പറയുന്നത്, ബിക്കോസ് രാവിലെ എണീറ്റ് നമ്മുടെ കൂടെ തന്നെ എണീറ്റ് നമ്മുടെ കൂടെ ഇരുന്ന് ഫുൾ ടൈം പഠിപ്പിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഹോംവർക്ക് ചെയ്യിച്ച്, പിന്നെ ഫുൾ ടൈം അങ്ങനെ കൂടെ ഇരുന്ന് ഈവൻ എന്താ പറയുക ഉമ്മയുടെ ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഷീ യൂസ് ടു ഹെൽപ്പ് മീ ലേൺ. സോ എന്താ പറയുക അത്യാവശ്യം ഭയങ്കര ഒരു അടിപൊളി ടീച്ചർ തന്നെയായിരുന്നു എൻ്റെ ഉമ്മ. പിന്നെ അതല്ലാതെ വേറൊരു സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി റിമൈൻഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഉമ്മ ഇങ്ങനെ റിമൈൻഡ് ചെയ്യലുണ്ട്. ലൈക്ക് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തിലൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ. സോ അങ്ങനെ അതൊരു പവറാണ്. പിന്നെ ഉമ്മാക്ക് എന്തോ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് വിചാരിച്ചോ നമ്മളത് ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്കത് കിട്ടും. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു ദിവസം മോർണിംഗ് എണീറ്റു തലയിൽ ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ച് ഹെന്നയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹെന്ന ചെയ്യാൻ എല്ലാം സെറ്റാക്കി വെക്കും. അവസാനം നോക്കുമ്പോഴത്തേക്കും ഗ്ലൗസ് ഉണ്ടാവില്ല. അപ്പോൾ ഉടനെ തന്നെ വേറെന്താ ഫുൾ നോക്കിയാലും എവിടെയും കിട്ടില്ല. ആ സമയത്ത് പോയിട്ട് ഉമ്മാരുടെ അടുത്ത് ഉമ്മ ഗ്ലൗസ് ഉണ്ടോ എന്ന് ഹെന്ന ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഉമ്മ അത് സെറ്റാക്കി തരും. പിന്നെ ഷീസ് എ മെസ് ഡിറ്റക്ടർ. എന്തെങ്കിലും എവിടെയെങ്കിലും കുറച്ച് മെസ്സായിട്ട് കിടക്കാന്നുണ്ടെങ്കിൽ ഉടനെ അത് കണ്ടുപിടിക്കും. എന്നിട്ട് പറയും അവിടെ ഓക്കെ അല്ല അത് സെറ്റാക്കണം എന്ന രീതിയിൽ പറയും. പിന്നെ അതല്ലാതെ എൻ്റെ ഒഫീഷ്യൽ ഗിഫ്റ്റ് റാപ്പർ എൻ്റെ ഉമ്മ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ സമയത്ത് ഞാൻ എങ്ങനെ റാപ്പ് ചെയ്താലും അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും വരില്ല. പക്ഷെ ഉമ്മയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് തരും. ഇപ്പോൾ അത് എന്താ പറയുക ചിലത് ഭയങ്കര നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ ചില ഗിഫ്റ്റ്സ് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് റാപ്പ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും കൂടി ഉമ്മക്ക് ഉമ്മയുടേതായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഉമ്മ ഭയങ്കര അടിപൊളി ഗിഫ്റ്റ് റാപ്പറാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം പൊട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഷീ ഈസ് മൈ ക്വിക്ക് ഫിക്സ്. അതായത് നമ്മളതുകൊണ്ട് ഉമ്മയുടെ അടുത്ത് ഉമ്മ ഇത് പൊട്ടിപ്പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും എനിക്കത് ഒട്ടിച്ച് തരും. അതെന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുനാളിലെ തൊട്ടിട്ട് എങ്ങനെയാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ലൈക്ക് ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലാം എൻ്റെ ഉമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കും. പിന്നെ ഷീ ഈസ് മൈ തിരുക്കുറൽ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് തിരുക്കുറലുകൾ ഉമ്മക്കറിയാം. തിരുവള്ളുവരുടെ തിരുക്കുറളുകളുണ്ടല്ലോ, അത് പഴഞ്ചൊല്ലൊക്കെ പോലെ നമുക്ക് പിന്നെ പഴഞ്ചൊല്ലുകൾ, പിന്നെ അത് കഴിഞ്ഞ് മോറൽ സ്റ്റോറീസ്, ഇതെല്ലാം ഒരു കളക്ഷൻ തന്നെ ഉമ്മക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ലൈക്ക് ഷീ യൂസ് ടു ഗിവ് മി ആൻ എക്സാമ്പിൾ. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ആ ഒരു റെഫറൻസ് ഉമ്മ പറയും. അപ്പോൾ ആ റെഫറൻസ് പറഞ്ഞിട്ട് ഉമ്മ പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും. സോ അതും ഉമ്മയുടെ ഒരു സൂപ്പർ പവറാണ്. പിന്നെ എൻ്റെ ഉമ്മയുടെ പാക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തരും. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഉമ്മയുടെ അടുത്ത് പോയിട്ട് ഉമ്മ എനിക്കിതൊന്ന് പാക്ക് ചെയ്ത് തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അതിൽ സെറ്റാക്കി എല്ലാം കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് തരും. അതുപോലെ തന്നെ എന്താ പറയുക പോകുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നേരത്തെ എഴുതി വെക്കുക. ഓരോ സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ട് എല്ലാ സാധനവും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടിക്ക് ചെയ്ത് പോവുക. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് എൻ്റെ ഉമ്മയുടെ നിന്ന് കിട്ടിയതാണ്. ഒരു സിറ്റുവേഷനിൽ ഞാനൊരാൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാനത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ ഉമ്മ തന്നെയാണ്. ബിക്കോസ് ഞാനങ്ങനെ ഉമ്മ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കണ്ട് ശീലിച്ചത് കൊണ്ടിട്ട് എന്നെക്കൊണ്ടും അത് ചെയ്യാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. സോ അതിലും ഐ എം പ്രൗഡ് ഓഫ് മൈ മോം. പിന്നെ ഷീ ഈസ് മൈ പേഴ്സണൽ ATM. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് തീരെ കയ്യിൽ കാശില്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എനിക്ക് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഉമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കും. ഉമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഉമ്മ എങ്ങനെയെങ്കിലും എനിക്ക് കാശ് സെറ്റ് ചെയ്ത് തരും. അത് പല അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നും. എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ്. പക്ഷേ പേഴ്സണൽ ATM തന്നെയാണ് എൻ്റെ ഉമ്മ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണെങ്കിലോ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷൻ വരുന്ന സിറ്റുവേഷനിലോ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം അത് ശരിയാവോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആദ്യം പറയാം എൻ്റെ ഉമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കും. ബിക്കോസ് നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉറപ്പാണ് ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ ഉറപ്പായിട്ട് പ്രേ ചെയ്യുന്ന കാര്യവും എനിക്ക് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ ഹഗ് ചെയ്യുവെന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ലൈക്ക് എനിക്കത് സോൾവ് ചെയ്യാൻ തീരെ പറ്റൂല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആദ്യം ഞാൻ പോവാൻ എൻ്റെ ഉമ്മയുടെ അടുത്തായിരിക്കും. ഉമ്മയുടെ അടുത്ത് പോയി പറയുമ്പോഴത്തേക്കും ഉമ്മ എങ്ങനെയെങ്കിലും എന്നെ കൺസോൾ ചെയ്യും. എന്നിട്ട് മാത്രമല്ല അതിൻ്റെ ഒരു സൊല്യൂഷൻ പറ്റുമെങ്കിൽ തരും. സൊല്യൂഷൻ തരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഉമ്മ കൺസോൾ ചെയ്തത് കേൾക്കുമ്പോഴത്തേക്കും ഞാനതിൽ നിന്ന് കൂളാവലുണ്ട്. പലർക്കും എന്നെ
കൺസോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പോലും ഞാൻ ഉമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ എനിക്കതിൽ നിന്നിട്ട് സൊല്യൂഷൻ കിട്ടലുണ്ട്. എൻ്റെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല, ബട്ട് എൻ്റെ ആ ഇമോഷൻ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റലുണ്ട്. സോ അതും എൻ്റെ ഉമ്മയുടെ ഒരു സൂപ്പർ പവറാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉമ്മയെ അഡ്മയർ ചെയ്യലുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ക്വാളിറ്റി ഉമ്മയുടെ കയ്യിൽ നിന്നിട്ട് ഞാൻ എടുക്കണം എന്ന് എപ്പോഴും വിചാരിച്ചിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയുടെ പാരൻറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഞാനന്ന് 8th പഠിക്കുന്നൊരു സമയത്തായിരുന്നു. അപ്പോൾ ടീനേജ് ആ ഒരു സമയത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹീറോയിനും ഉണ്ടായിരുന്നു, ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവി ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഭയങ്കര ക്രേസായിരുന്നു. ഞാൻ അതിൻ്റെ ആ മൂവിയിൽ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിക്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ നൈറ്റ് ടൈം വരുന്ന അവരുടെ പിക്സൊക്കെ ഒരു ബുക്കിലെടുത്ത് ഒട്ടിക്കും. അപ്പോൾ ഒട്ടിച്ചൊരു ബുക്ക് പോലെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ്. അപ്പോൾ അത് കൊച്ചു കുട്ടികളാകുമ്പോൾ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മോർണിംഗ് ടൈം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിലെല്ലാവരും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലാരും കാണാതെ നൈറ്റ് ടൈം ഇരുന്ന് ഞാൻ ആ ബുക്കൊക്കെ റെഡിയാക്കി ആ ബുക്കിൽ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഒട്ടിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പശയൊന്നും ഞാനായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അതൊക്കെ ഉമ്മയുടെ കയ്യിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ നൈറ്റ് പോയിട്ട് മറ്റേ ഈ റൈസ് ഉണ്ടല്ലോ, ഈ റൈസ് എടുത്തിട്ട് അതൊക്കെ വെച്ചിട്ട് ബുക്കിൽ പിക്ചേഴ്സ് ഒട്ടിക്കുമായിരുന്നു. ബിക്കോസ് ആ ക്രേസ് കൊണ്ടിട്ടാണ്, ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനത് ചെയ്യുന്നത് ഉമ്മ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര സീനാവും, അങ്ങനെ ഒരു ഫീലൊക്കെ ആയിരുന്നു. പക്ഷേ നെക്സ്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക സിസേഴ്സും പിന്നെ കുറേ ആ ഫിലിം സ്റ്റാർസിനെ എനിക്ക് ഇഷ്ടമാകുന്ന കാര്യം ഉമ്മാക്കറിയാം, ഉമ്മാക്കെന്നല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ആ ഫിലിം സ്റ്റാർസിൻ്റെ കുറേ പിക്ചേഴ്സ് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് പശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു ഇത് വെച്ച് യൂസ് ചെയ്ത് ഒട്ടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഞാനത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് പറഞ്ഞു നൈറ്റ് ഒട്ടിക്കണമെന്നൊന്നുമില്ല, നിനക്ക് തോന്നുമ്പോൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് ഞാൻ കണ്ടിട്ട് ഞാനൊന്ന് ഷോക്കായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ എനിക്ക് അവർ ഒളിച്ച് വെച്ചത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ കയ്യിൽ പിക്ചേഴ്സും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാനിരുന്ന് എനിക്കൊരു ബുക്കും മേടിച്ച് തന്നു. അപ്പോൾ കയ്യിൽ എല്ലാ തിങ്സും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് നൈറ്റ് എണീറ്റിരുന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്കത് ചെയ്യാം. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്കതിൽ ഇൻട്രസ്റ്റ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനൊരു ത്രില്ലില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു കാര്യം തന്നെ ഞാൻ പിന്നെ വിട്ടു. ഒരു ലിമിറ്റ് വരെ ചെയ്തിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ച് മതിയാക്കി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ ചെയ്യുന്നൊരു കാര്യം പാരൻസിന് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അത് അടിച്ച് തന്നെ തിരുത്തണം എന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് വഴക്ക് പറഞ്ഞ് തന്നെ തിരുത്തണം എന്നില്ല. ഈ ഒരു അപ്രോച്ചും ഒരു നല്ല രീതിയിലുള്ള അപ്രോച്ച് തന്നെ ആയിരിക്കും. അന്ന് എൻ്റെ അടുത്തൊരു വഴക്ക് പോലും ആരും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതെനിക്ക് ആ ഹാബിറ്റ് തനിയെ തന്നെ, ആ ഒരു ഇൻട്രസ്റ്റ് തനിയെ തന്നെ പോയി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതും ഒരു നല്ല അപ്രോച്ചാണ് എന്ന കാര്യം എനിക്ക് എൻ്റെ ഉമ്മയിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ശരിക്കും നമ്മുടെ അമ്മമാരെന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർ ഹീറോസ് തന്നെയാണല്ലേ. ശരിക്കും ആ ഒരു കോസ്റ്റ്യൂംസ് അവർ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ സൂപ്പർ ഹീറോസ് തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അടുത്ത് അവർ കാണിച്ചിട്ടുള്ള സ്നേഹം, കെയർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ തന്നെ അത് ചെയ്തു തരുന്ന കാര്യമായാലും നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള സാക്രിഫൈസസ്. ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കുമല്ലേ, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എപ്പോഴും ഭയങ്കര സ്നേഹമായിട്ട് മാത്രമേ ഇരിക്കലുള്ളൂ, നമ്മളൊരു പ്രാവശ്യം പോലും അടിയൊന്നും ഉണ്ടാക്കലില്ല അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ചില കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഒപ്പീനിയൻസിൽ ഡിഫറൻസ് ഒക്കെ വരലുണ്ട്. ചില കാര്യങ്ങൾ വഴക്കുണ്ടാക്കലൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വഴക്ക് കൂടിയാൽ തന്നെ അതെന്ന് പറയുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ അതങ്ങ് മാറും. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ തന്നെ അറിയാതെ നമ്മളത് സോൾവ് ചെയ്തിട്ട് അടുത്ത കാര്യത്തിലൂടെ ഫോർവേഡ് പൊയ്ക്കൊണ്ടേയിരിക്കും. എൻഡ് ഓഫ് ദി ഡേ നമുക്ക് രണ്ടുപേർക്കും അറിയാം, ലൈക്ക് എന്താ പറയുക, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് നിൽക്കുന്നത് എൻ്റെ ഉമ്മ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ മദേഴ്സ് ഡേക്ക് ലെറ്റ്സ് താങ്ക് അവർ മോം. നമുക്ക് വേണ്ടി അവർ ചെയ്തിട്ടുള്ള ഒരുപാട് സാക്രിഫൈസസിന്, അവരുടെ സ്ലീപ്ലെസ് ആയിട്ടുള്ള നൈറ്റ്സിന്, നമുക്ക് വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള സ്ട്രഗിൾസിന്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർ നമ്മുടെ അടുത്ത് കാണിച്ച ലവിനും കെയറിനും. സോ എല്ലാ അമ്മമാർക്കും എൻ്റെ മദേഴ്സ് ഡേ വിഷ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനലും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.